വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കുറേ പേര് അതായത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ കുറേ ജെറേനിയം ചെടിയായിരുന്നു സെറ്റ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനിങ്ങനെ കുറേ പേരുടെ അഭിപ്രായം ചോദിച്ചായിരുന്നു. എല്ലാവർക്കും നമ്മുടെ ബോൾസം പ്ലാന്റ് തന്നെയാണ് ഫ്രണ്ടിൽ വെക്കുന്നത് ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പം കുറേ പേരുടെ കമൻറ്റുകൾ അത് തന്നെയാണ് കേട്ടോ, നമ്മുടെ ബോൾസം പ്ലാന്റ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു നമ്മുടെ ആ ഒരു ചെടീനെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഫൈനൽ വ്യൂ എങ്ങനെയാണെന്നൊക്കെ കാണിച്ച് തരാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾ അതായത് നമ്മുടെ ചെടികൾ നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തത് അത് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയത്തില്ല കേട്ടോ. അതായത് ചെടികൾ ഇങ്ങനെ തിക്കായി നിൽക്കുമ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് ആ ചെടിയും കൂടെ സെറ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ എല്ലാവരും അതേ രീതിയിലേക്ക് ഒന്ന് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് തരാനായിട്ട് ആരും മറക്കരുത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ വെച്ച നമ്മുടെ ജെറേനിയം ചെടി. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ബോൾസം ചെടി വെച്ചപ്പോൾ ഉണ്ടല്ലോ അതെല്ലാവർക്കും ഒരു ബോറടി ആയി കാണുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെറിയ രീതിയിലൊന്ന് മാറ്റി നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയത്തിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇനി മഴയൊക്കെയാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെടീനെ മാറ്റി വേറെ സ്ഥലത്ത് സേഫായിട്ട് വെക്കണം. നമ്മുടെ ബോൾസം ചെടീനെ തന്നെ നമുക്ക് വീണ്ടും നമ്മുടെ പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ കാണാം. അങ്ങനെ ചെടികളെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു ചെടി വെക്കുന്നത് കേട്ടോ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ചെടികളിങ്ങനെ തിങ്ങി നിൽക്കുമ്പോഴേ ആർക്കും മനസ്സിലാകുന്നില്ല ഇത് എങ്ങനെയാണ് നമ്മുടെ ചെടികൾ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ മരത്തിൻ്റെ പലകമേലാണ് കേട്ടോ അതായത് ചെടി വെച്ചിട്ടുള്ളത്. അതായത് 3 തട്ടായിട്ടാണ് വെച്ച് കൊടുത്തേക്കണത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പം അത് എല്ലാവരും കയറി കാണുക. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അറിയേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതിയേ. അപ്പോൾ ഇനി നമുക്കിവിടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ചെടികൾ എടുത്ത് വെക്കണം. അപ്പോൾ ഏകദേശം നമ്മളങ്ങ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ വീടിനോട് ചേർന്ന ചെടികളൊക്കെ വെക്കുന്നവരാണെങ്കിലുണ്ടല്ലോ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഴജന്തുക്കളൊക്കെ വരാനുള്ള സാധ്യതകൾ നമ്മൾ വീടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പം കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ വീടിന് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇഴജന്തുക്കൾ വരില്ല എന്നൊക്കെ. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചെടികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ എടുത്ത് മാറ്റി അതായത് ഈ ചെടി വെക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത്, പിന്നെ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മളിങ്ങനെ ഒരാഴ്ച കൂടുമ്പോഴോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ മണ്ണെണ്ണ വെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ ചെടികളുടെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ചെടികളുടെ ഭാഗത്തൂടെയൊക്കെ ചെടിയിലാകാതെ ആ പരിസരത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്യുക. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെടി വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഞാൻ എപ്പോഴും ഇങ്ങനെ പരമാവധി എനിക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് തന്നെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ ചെടി എന്തായാലും ഞാൻ ഇവിടുന്ന് മാറ്റുവാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് അതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വൃത്തിയാക്കിയിട്ട് അടുത്ത ചെടി എടുത്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചേ. എങ്ങനെയുണ്ട് നമ്മുടെ ബോൾസം ചെടികൾ? ഇതാട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് കേട്ടോ. നമ്മുടെ കൂട്ടുകാർ പറഞ്ഞതുപോലെ നമ്മുടെ ബാൾസം ചെടി ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരു എന്താ പറയുക എന്തോ ഒരു നിറവ് വന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഫ്ലവർ ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ പുതിയ ചെടികൾ പിടിപ്പിച്ച് നമ്മൾ വെച്ചേക്കണതാണ്. അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനെല്ലാം നമുക്ക് നല്ല വളമൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ചെടിയാക്കി എടുത്ത് നിറച്ച് പൂക്കളാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ നമ്മുടെ ചെടികൾ സെറ്റ് ചെയ്തേക്കണത് അതായത് ഹൈറ്റിൻ്റെ ആ ഒരു അതായത് ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഏറ്റവും നല്ല ഹൈറ്റുള്ളത് ഏറ്റവും മുകളിലത്തെ തട്ടയിൽ വെച്ച്, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഹൈറ്റ് കുറഞ്ഞത്, പിന്നെ കുറച്ചും കൂടെ ഹൈറ്റ് കുറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ആട്ടോ നമ്മളിങ്ങനെ ഈ ഒരു തട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ ചെടികൾ വെക്കുമ്പം ഇതേ രീതിയിൽ വേണം നമ്മുടെ ചെടികൾ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയുണ്ടല്ലോ നമ്മൾ ഈ ഒരു ചെടീനെ നമ്മൾ ബുഷിയാക്കി എടുക്കുന്നത് ഞാനിങ്ങനെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതറിയാൻ മേലാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ഒത്തിരി ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോണേ ഇതുപോലെ എങ്ങനെയാണ് കാണിച്ചു തരുക. ഇതാ അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു പ്ലാന്റൊക്കെ നമുക്ക് ഇച്ചിരി ഹൈറ്റ് വെച്ച ഒരു ചെടിയായിട്ടാണ് ഉള്ളത്. അപ്പം ഇതുപോലെ നമ്മളിങ്ങനെ ഹൈറ്റ് വെച്ച് പോണ ആ ഒരു ചെടീനെ നമ്മളിങ്ങനെ തലഭാഗം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ.
ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് വീണ്ടും പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പം അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെടീനെ ബുഷിയാക്കി എടുക്കുന്നത്. അപ്പം നമ്മുടെ ചെടികൾ കണ്ടോ എല്ലാം നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത്, കാണുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ. എന്നാ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെടിയിൽ ഇറങ്ങി ഓരോ കാര്യം ചെയ്യുന്നത്. അപ്പം വൈകുന്നേര സമയം ഏകദേശം ഒരു 8 മണിയായിട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെടികൾ സെറ്റ് ചെയ്യാനായിട്ട് സൗകര്യമുള്ളവർ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് കെയറും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ബോൾസം ചെടിയിൽ പൂവുണ്ടാകും കേട്ടോ. മഴയെന്നോ വെയിലെന്നോ ഒന്നുമില്ല, എപ്പോഴും, അതായത് ഓൾ സീസൺ ഫ്ലവർ തരുന്ന ചെടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ.